വേണ്ടിയാണ് സുരക്ഷിതമായ തൊഴിലിടവും ജീവിതവും ഉറപ്പാക്കാൻ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് സൂചിപ്പിക്കപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്ത് സ്ത്രീ സമൂഹം ആർജിച്ചിട്ടുള്ള നന്മകളൊക്കെ തന്നെയും മേൽക്കൈയൊക്കെ തന്നെയും നിയമത്തിന്റെ പിൻബലത്തിൽ മാത്രം നമുക്ക് ആർജിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ തീവ്രമായ ഇടപെടലുകൾ സമൂഹത്തിന്റെ നാനാ തുറകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ പലതും നഷ്ടപ്പെടുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോൾ അരക്ഷിതാവസ്ഥയോടുകൂടി സ്ത്രീകൾ ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ആ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം പലപ്പോഴും രാജ്യത്തെ നിയമ സംവിധാനം ദുർബലപ്പെട്ടുകൊണ്ട് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക്, നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തപ്പെടുന്ന പരാതികളിൽ നീതി ലഭ്യമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമായി വരികയാണ്, ഏറി വരികയാണ്. നിർഭാഗ്യവശാൽ അത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ എല്ലാവരും. കൽക്കട്ടയിലെ ആശുപത്രിയിൽ 31-കാരിയായ ഒരു യുവ ഡോക്ടർ തൊഴിലിടത്ത് വെച്ച് മൃഗീയമായി ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട സംഭവം നമ്മുടെ എല്ലാം ഓർമ്മകളിലുണ്ട്. രാജ്യത്ത് 1913-ലാണ് 10 സ്ത്രീകളിലടക്കം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലിടത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ നിർബന്ധമായും രൂപീകരിക്കണം എന്ന മാർഗരേഖ പരമോന്നത കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടുമ്പോൾ വിദ്യാഭ്യാസപരമായി ഔദ്യോഗിക മേഖലകളിലടക്കം സ്ത്രീകളുടെ പങ്കാളിത്തം നന്നായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ പോലും പൂർണ്ണമായും അത് നടപ്പിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.